ഓണം എക്സാമിന് ഒന്നും പഠിക്കാതെ പോകുന്നവര് ഇതെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. കാരണം അത്രയ്ക്കും ഷുവറായിട്ട് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും ആൻസേഴ്സും സാർ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പഠിച്ചിട്ട് പോണേ. ഓക്കെ, സെറ്റ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ട് n/2 x1 + x1 അതൊക്കെ എന്തായാലും ചോദിക്കും. അതൊക്കെ റിയാലിറ്റിയാണ്. ഈ വീഡിയോയിൽ സാർ പറയുന്നത് ഇപ്പോൾ സമാന്തര ശ്രേണിയിലെ നമ്പർ ഓഫ് ടേംസ് ഓടാണെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് സമ്മ കണ്ടുപിടിക്കാൻ. ഇവനാണെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓടാണെങ്കിൽ തുക കണ്ടുപിടിക്കാൻ മധ്യപദത്തിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് അല്ലെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചെയ്താലോ? അതായത് ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 20 ആണ്. ശ്രേണിയുടെ 9 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാണ് കണ്ടുപിടിക്കാൻ പോകുന്ന ഇക്വേഷൻ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 9 ആണ്. അവിടെ ഒറ്റ സംഖ്യയാണ്, ഓടാണ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഒക്കെ നേരത്തെ കണ്ടു. സോ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. സോ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകൂട്ടി റൂട്ടിലാക്കണ്ട, ഒന്നുകൂട്ടി പകുതി എടുക്കുക. അതായത് ടോട്ടൽ 9 ടേം ആണെങ്കിൽ 9 + 1/2 10/2 5-ാം പദം ആയിരിക്കും ഇതിന്റെ മിഡിൽ ടേം. 5-ാം പദം തന്നിട്ടുണ്ടാ? 5-ാം പദം 20 ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 9 × 20 180 എന്ന് കിട്ടി. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോണേ. സെറ്റാണ്. ഇനി ചിലപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഇവൻ ആണെങ്കിലോ? അപ്പോൾ സം ഓഫ് 1 പെയർ ഇൻറ്റു ടോട്ടൽ പെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ, നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഇവിടെ നോക്കുക, നമ്മുടെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2-ാം പദത്തിന്റെയും 9-ാം പദത്തിന്റെയും തുക 1 പെയറിന്റെ സമ്മ് തന്നിട്ടുണ്ട്. അതായത് x2 + x9 തന്നിട്ടുണ്ട്. അതിനോട് കൂടിയിട്ട് ടോട്ടൽ പെയേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടൽ പെയേഴ്സ് എത്രയായിരിക്കും? ഇവിടെ ആകെ 10 പദങ്ങളാണുള്ളത്. എത്രയാണോ നമ്മുടെ സമാന്തര ശ്രേണിയിലെ ടേംസിന്റെ എണ്ണം അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ പേഴ്സ്, ടോട്ടൽ പേഴ്സ്. ഇപ്പൊ 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആരെ? 2-ാം പദത്തിന്റെയും 9-ാം പദത്തിന്റെയും തുകയായ 60. സോ 60 × 5 300 എന്ന് കിട്ടും ഇവിടുത്തെ ആൻസർ. അതും സെറ്റ് അല്ലേ? dn + f - t ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ dn + f - t ഉണ്ടാവും എന്നല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാവും. അത് ആൻസർ ഷീറ്റിൽ നിങ്ങൾ എന്തായാലും ഒരു ഇക്വേഷൻ എഴുതേണ്ടതായിട്ട് വരും. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുക. ഇപ്പൊ 3, 8, 13 ആണെങ്കിൽ xn കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ എന്തായാലും എഴുതുമ്പോൾ ആ ടീച്ചർക്ക് തോന്നും പിന്നെ ഇക്വേഷൻ ഒക്കെ അറിയണ കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ഇപ്പൊ ഡി എന്തായിരിക്കും? വളരെ 3, 8, 13. ഡി എന്ന് പറയുമ്പോൾ 8 - 3 5. ഫസ്റ്റ് ടൈം എന്താ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്? 3. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5n + 3 - 5 ദാറ്റ് ഈസ് 5n - 2 ആയിരിക്കും എന്ത് വരിക? നമ്മുടെ ഈ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം വരിക. ബീജഗണിത രൂപം. ഓക്കെ, എന്നിന്റെ കോഎഫിഷ്യന്റ് 5 അല്ലേ? കോമൺ ഡിഫറൻസ് രസമുണ്ട് അല്ലേ? 5 - 2 3 അല്ലേ ഫസ്റ്റ് ടൈം? ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നോക്കുക വീണ്ടും n/2 × x1 + xn. തീർച്ചയായിട്ടും 4 മാർക്കും 5 മാർക്കിനൊക്കെ സിമ്പിൾ ആയിട്ടും പവർഫുൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇക്വേഷൻ ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പഠിച്ചു പോയെന്ന് വിശ്വസിക്കുന്നു, ഉറപ്പിക്കുന്നു. സെറ്റ്. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചാപ്റ്റർ പോകുന്നത്. ബോൾ ആയിക്കോട്ടെ, നമ്പർ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ ഒന്ന് പേപ്പറിൽ എഴുതുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ, റെഡ് ബോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ. അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു നമ്മുടെ മുത്തുമണി ആയിട്ടുള്ള ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം പെട്ടെന്ന് ചെയ്താലോ? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്? ഒരു ബോക്സിൽ 8 ബ്ലാക്ക് ഉണ്ട്, 6 വൈറ്റ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒരു ബോൾ കണ്ണടച്ചെടുത്തു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആവാനുള്ള സാധ്യത. വേഗം പറഞ്ഞു. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അവിടെ എത്ര ബോളാണുള്ളത്? 14. എത്ര ബ്ലാക്ക്? 8. 8/4 ചെറുതാക്കുമ്പോൾ 4/7. അത് മാത്രമായിരിക്കില്ല, ഇത് ഷുവറാണ് കേട്ടോ. ഇത്തരത്തിലുള്ള ചോദ്യം പഠിച്ചു പോവുക. വൈറ്റ് ബോൾ കണ്ടുപിടിക്കാൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ. ടോട്ടൽ വൈറ്റ് ബോൾ 6. 6/14 ചെറുതാക്കുമ്പോൾ 3/7. ഓക്കെ, കണ്ണടച്ച് കുത്തിടുന്ന പരിപാടി. എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യം, ഇനിയും ഓണം എക്സാമിനും ഫൈനൽ എക്സാമിനും വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഒരു ഫിഗറിനുള്ളിൽ കണ്ണടച്ചൊരു കുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടെ കുത്തിടാണ്? അത് റെഡ് ട്രയാങ്കിളിലാവാനുള്ള സാധ്യത വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ മറക്കണ്ട. എന്താ? ഏരിയ ഓഫ് ദ ഗിവൻ ഫിഗർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ ഇവിടെ ഞാൻ ഇത് BH എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും BH എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് ദ ഗിവൻ റീജിയൻ. പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ റെഡ് ട്രയാങ്കിൾ. അതാണ് നമ്മൾ നോക്കണം. റെഡ് ട്രയാങ്കിളിൽ ഒരു കണ്ണടച്ച് കുത്തിട്ട് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത. അപ്പോൾ നമുക്കറിയാം, എന്നാലും ഞാൻ പറയാം. നമ്മുടെ ഗിവൻ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ½ BH ആണ് ഇക്വേഷൻ. ½ BH.
ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ ഫിഗർ റെക്ടാംഗിൾ ആണ്. അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത് ബി ആണ്, ഹൈറ്റ് ബ്രെഡ്ത്ത് എച്ച് ആണ്. സോ ബേസ് ഇൻറ്റു ഹൈറ്റ് ബി എച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. സോ ബി എച്ചും കട്ട് ചെയ്താൽ 1/2 ആയിരിക്കും ആൻസർ വരിക. കുറേ ചോദ്യങ്ങൾ 50 ഷുവർ ക്വസ്റ്റ്യൻസിലും ഫുൾ ചാപ്റ്റർ മാരത്തോണിലും കഴിഞ്ഞ ദിവസത്തെ ലൈവുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്ത് പഠിക്കുന്നു, കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെങ്കിലും പഠിച്ചിട്ട് പോണേ. ഒന്നും പഠിക്കാത്തൊരു ഇത് എന്തായാലും പഠിച്ചു നോക്കുക. അത്രയ്ക്കും ഷുവർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. 11 റെഡ് ബോളും 14 ബ്ലൂ ബോളും ഞാനൊരു ബോക്സിനുള്ളിൽ ഇട്ടു. അതിൽ നിന്ന് ഞാനൊരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് ചുവന്ന ബോൾ ആവാനുള്ള സാധ്യത എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു. ഹലോ.